പലതരം വീഡിയോസും കണ്ടിന്, പലതരം ആൾക്കാരെയും കണ്ടിന്. ഇത് കണ്ടില്ലേ, തളങ്കര പടിഞ്ഞാറിലെ ഒരു കൂട്ടം ജനങ്ങൾ. അത് പ്രായപരിധിയില്ല, ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, മിഡിൽ ഓർഡറിലുള്ളവരുണ്ട്, വൃദ്ധന്മാരുണ്ട്. എല്ലാവരും ചേർന്ന് രാവിലത്തെ സവാരി ഈ രീതിയിലാണ്. പഴയകാല ക്രിക്കറ്റ് കളിക്കൽ, ഫുട്ബോൾ കളിക്കൽ, ഗോരി കളിക്കൽ, ഗോട്ടി കളിക്കൽ. ക്രിക്കറ്റൊക്കെ സാധാരണ മട്ടിൽ ബാറ്റ് കൊണ്ട്, അത് കഴിഞ്ഞ് നേരെ പോയി സ്വിമ്മിങ് ചെയ്യൽ, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കൽ, പാട്ട് പാടൽ, ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും ചേർത്ത് 10-20 പേരുണ്ടാവും. ഇത് ഒരു ദിവസമല്ല, ആഴ്ചയിൽ കുറഞ്ഞത് 3-4 ദിവസം ഈ പരിപാടിയാണ്. അതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ അവർ ഐക്യം ദൃഢപ്പെടുന്നു. അതിലുപരി നമ്മുടെ ടെൻഷൻ കുറയുന്നുണ്ട്, കൊളസ്ട്രോൾ കുറയുന്നുണ്ട്, അതുപോലെ തന്നെ ഷുഗറിന്, അതായത് മനസ്സിന് സമാധാനം കിട്ടുമ്പോൾ തന്നെ, ടെൻഷൻ ഒഴിവാക്കുമ്പോൾ തന്നെ 60% നമ്മളെ അസുഖം ഭേദമാകുന്നുണ്ട്. അതിലൂടെ ചങ്ങാത്തം വർദ്ധിക്കുന്നുണ്ട്, സ്നേഹബന്ധത്തിന് ഉറവിടം ഊർജപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് വേറെ ഏത് സ്ഥലത്തെ ആൾക്കാരും ഈ രീതിയിലുള്ള കൂട്ടായ്മ, ഈ രീതിയിലുള്ള കളി ഞാൻ കണ്ടിട്ടില്ല. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരുപാട് സോഷ്യൽ മീഡിയയിൽ വൈറലായ വീഡിയോ ആണിത്. രാവിലെ സ്വബഹ് നിസ്കാരം കഴിഞ്ഞിട്ട് ഇന്ന് ലക്ഷ്യമില്ലാതെ എവിടെയെങ്കിലും പോകും, ഏതെങ്കിലും ഒരു ഹോട്ടലിൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. അതും അല്ലെങ്കിൽ എല്ലാ വീട്ടിൽ നിന്നും ഓരോ പലഹാരങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് ഒന്നിച്ചിരുന്ന് കഴിഞ്ഞ് പാട്ടൊക്കെ പാടിയിട്ട് അവർ വൈൻഡപ്പ് ചെയ്യും. നല്ല കണ്ടില്ലേ, കമ്പവലി, അത് ഇത്, എന്തോ ഒരു രസം. യങ്ങാവുകയാണ്. വയസ്സ് ഇതിനൊരു പ്രശ്നമേ അല്ല എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ട് മറ്റുള്ളവരും ഇത് മാതൃകയാക്കുക. അതൊരു നല്ല കാര്യമല്ലേ? കാരണം പരസ്പരം വിദ്വേഷമൊന്നുമില്ലാണ്ട് സ്നേഹത്തിൽ കഴിഞ്ഞുകൂടൽ, അത് തന്നെയാണ് ഏറ്റവും നല്ലൊരു കാര്യം. കണ്ടില്ലേ, പാട്ട് പാടുന്നത്, ഭക്ഷണം കഴിക്കുന്നത്. വാവ്, അല്ലറ ചില്ലറ വ്യായാമവും കൂടെയാകും. ആർക്ക് വേണമെങ്കിലും ജോയിൻ ആവാം, അങ്ങനെ പ്രത്യേകിച്ച് നാട്ടുകാരനാണൊന്നുമില്ല. അതുകൊണ്ട് ഇത് നല്ല ഒരു കാര്യമാണ്. ബെസ്റ്റ് ഓഫ് ലക്ക്. ഇനിയും ഇങ്ങനെ തന്നെ തുടർന്ന് പോവട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗുഡ് ബൈ.